ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഫങ്ഷൻ്റെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഫങ്ഷൻ പഠിക്കുന്നത്, എന്താണ് ഫങ്ഷൻ്റെ അഡ്വാൻറ്റേജസ് ഓവർ നോർമൽ പ്രോഗ്രാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫങ്ഷൻ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള കാര്യം നോക്കാം. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡിസൈനിങ് ടെക്നിക്കാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ കയ്യിൽ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. യു ഹാവ് ടു ഡു എ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന് അതൊരു വലിയ പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക. ആ പ്രോഗ്രാമിനെ സബ്ഡിവൈഡ് ചെയ്ത് ഓരോരോ ഡിവിഷനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്, മോഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. ഈ മോഡ്യൂൾസ് എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഡിസൈൻ ടെക്നിക്കിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ നമ്പർ ഈസ് പ്രൈം ആൻഡ് പാലിൻഡ്രോം. പ്രൈമും പാലിൻഡ്രോം ആയിട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ നോക്കുക. ഇപ്പം സേ 101 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്, 101 എന്ന് പറയുന്ന ഒരു പാലിൻഡ്രോമുമാണ്. അങ്ങനത്തെ നമ്പേഴ്സ് ആണോ എന്ന് പറഞ്ഞ് എനിക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന അത്യാവശ്യം ഒരു വലിയ പ്രോഗ്രാമാണ്. മീൻസ് നമ്മൾ ഇതുവരെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 3 മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ മോഡ്യൂളാണ്? ഒന്ന്, ഞാൻ മെയിൻ മോഡ്യൂളിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? ഒന്ന്, നമ്പർ ഏതാണെന്നുള്ള കാര്യം റീഡ് ചെയ്യുന്നത്, പിന്നെ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഞാൻ മെയിൻ എന്ന് പറയുന്ന മോഡ്യൂൾ. ദെൻ ചെക്ക് പ്രൈം എന്ന് പറയുന്ന മോഡ്യൂൾ ഞാൻ എടുക്കുന്നു. ആ മോഡ്യൂൾ എന്താ ചെയ്യുന്നത്? ഒരു ഗിവൺ നമ്പർ, എനിക്കൊരു നമ്പർ കിട്ടും, ആ നമ്പർ പ്രൈം ആണോ അല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാനുള്ള മോഡ്യൂളിനാണ് ചെക്ക് പ്രൈം എന്ന് പറയുന്ന മോഡ്യൂൾ. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ചെക്ക് പാലിൻഡ്രോം. അപ്പോൾ ഞാൻ അതെന്തായിരിക്കും ചെയ്യുന്നത്? അത് ഒരു നമ്പർ തരും, ആ നമ്പർ പാലിൻഡ്രോം ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഈ 3 മോഡ്യൂൾസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പൊ ഈ ഒരു ചെറിയൊരു നമ്മൾ പറയുമ്പോൾ വലുതായിട്ടാണെങ്കിലും, പക്ഷെ നോർമലി ഇതൊരു ചെറിയ പ്രോഗ്രാമാണ്. ഈ ഒരു ചെറിയ പ്രോഗ്രാമിനെ വരെ നമുക്ക് എത്രമാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഓരോരോ ഫങ്ഷണാലിറ്റീസ് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രൈം എന്ന് പറയുന്ന ഒരു ഫങ്ഷണാലിറ്റിയാണ്, അതേപോലെ പാലിൻഡ്രോം എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റിയാണ്. ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം തന്നെ വീണ്ടും എനിക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. റീഡിന് വേണ്ടി ഒരു ഫങ്ഷണാലിറ്റി കൊടുക്കാൻ പറ്റും, ഡിസ്പ്ലേക്ക് വേണ്ടി ഒരു ഫങ്ഷണാലിറ്റി കൊടുക്കാൻ പറ്റും. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് നമുക്കിപ്പോൾ 3 മോഡ്യൂൾസ് മാത്രം മതി. അപ്പോൾ എന്താണ് ഇങ്ങനെ നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്? അതാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്? ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് ക്യാൻ ബി ഡിവൈഡഡ്. നമുക്ക് ഒരു സോഫ്റ്റ്വെയർ എനിക്ക് ഉണ്ടാക്കുന്നുവെങ്കിൽ ആ പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ എത്ര ഡിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രയും ഡിവിഷനായിട്ട് നമുക്ക് പല ഡിവിഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. മോഡ്യൂൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയൊരു പ്രോഗ്രാമിനെ നമ്മൾ സ്മോളർ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇപ്പൊ നേരത്തെ പ്രോഗ്രാമിനകത്ത് എല്ലാം കൂടെ ഞാൻ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാനൊരു, അതായത് ഒരാൾക്ക് വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. പക്ഷേ ഞാനാണെങ്കിൽ ചെക്ക് പ്രൈം എന്ന് പറയുന്ന പേര് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ദിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടി എന്തിന് സഹായിക്കും? മോഡുലാർ പ്രോഗ്രാമിംഗ് സഹായിക്കും. ഇനി ഒരു പ്രോഗ്രാമിനകത്ത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയെന്ന് വിചാരിക്കുക. പ്രൈം നമ്പറും പാലിൻഡ്രോമും ഉള്ള പ്രോഗ്രാം എല്ലാം കൂടെ മെയിൻ ഫംഗ്ഷനകത്ത് എഴുതി കഴിഞ്ഞാൽ, ഒരൊറ്റ പ്രോഗ്രാമായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പാടായിരിക്കും. എവിടെയാണ് ഒരു പോർഷനിൽ എറർ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ 2-3 മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മോഡ്യൂളും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൈം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറ്റും, പിന്നെ പാലിൻഡ്രോം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എവിടെയാണ് എക്സാക്റ്റ് ആയിട്ടുള്ള എറർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇഫ് ഇറ്റ് ഈസ് എ മോഡുലാർ പ്രോഗ്രാമിംഗ്. ദെൻ നെക്സ്റ്റ് വൺ, എനിക്ക് അലൗസ് റീയൂസ് ഓഫ് കോഡ്സ്. അതായത് ഞാൻ ഇപ്പോൾ ചെക്ക് പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ എഴുതിയെന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഈ പ്രോബ്ലം മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പ്രൈം നമ്പർ അപ് ടു എ റേഞ്ച് എന്നുള്ള പ്രോഗ്രാം ചെയ്യാൻ പറ്റും.
ചെക്ക് വെദർ എ നമ്പർ ഈസ് പ്രൈം എന്നുള്ളൊരു പ്രോഗ്രാം എഴുതാൻ പറ്റും. അങ്ങനെ ഒരു കോഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് അലോസ് റീയൂസ് ഓഫ് കോഡ്സ് എന്ന് പറയുന്നത്. ദെൻ കൊളാബറേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സോഫ്റ്റ്വെയർ ഒരു വലിയ സോഫ്റ്റ്വെയറിനെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള പ്രോബ്ലത്തിനെ നമുക്ക് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരൊറ്റ ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല. സബ് പ്രോഗ്രാംസിൽ ഒരു 5 എണ്ണം വേണമെങ്കിൽ നമുക്ക് വേറെ ഒരാൾക്ക് അലോക്കേറ്റ് ചെയ്യാം. ബാക്കി 5 എണ്ണം എന്ന് പറയുന്നത് വേറൊരാൾക്ക് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ പീപ്പിൾസ് അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് ഒരു പ്രോഗ്രാം ഡെവലപ്മെന്റിന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനെയാണ് നമ്മൾ കൊളാബറേഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയുമാണ് മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജസ്. നൗ മോഡുലാർ പ്രോഗ്രാമിംഗ് നമുക്ക് സിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ, ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ടുഗദർ പെർഫോംസ് എ ടാസ്ക്. സേ ഞാൻ പ്രൈം നമ്പർ കണ്ടുപിടിക്കേണ്ട കോഡ് ഞാൻ എഴുതുന്നു. അത് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ. ആ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതെന്താ ചെയ്യുന്നത്? അത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്നു. Those statements, what is the task that these statements perform? To check whether a number is prime or not. അപ്പോൾ അത്രയും കോഡിനെയാണ്, ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചതാണ്, നമ്മുടെ എല്ലാ പ്രോഗ്രാമിനകത്തും സി പ്രോഗ്രാമിങ്ങിൻ്റെ അകത്തുള്ള എല്ലാ പ്രോഗ്രാംസിനകത്തും ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആണ്. മെയിൻ ഫംഗ്ഷൻ നമ്മൾ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിനെ പറ്റിയൊന്നും കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഫുൾ കാര്യങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞു. ആൻഡ് ദിസ് ഈസ് ദ ടൈം. ഓക്കെ, നമുക്ക് 2 ടൈപ്സ് ഫംഗ്ഷൻസ് ആണുള്ളത്. നമ്മൾ കുറേ ഫംഗ്ഷൻസിനെ പറ്റി പഠിച്ചു. ഇൻബിൽഡ് ഫംഗ്ഷൻസ് ആണ് എല്ലാം പഠിച്ചത്. അതിനെ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്നാണ് വിളിക്കുന്നത്. ഇൻബിൽഡ് ഫംഗ്ഷൻസിനെ എല്ലാം സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നു. വാട്ട് ആർ ദി സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ്? നമുക്ക് തുടക്കം തൊട്ട് പ്രിന്റ് എഫ്, സ്കാൻ എഫ്, പവർ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, സൈൻ, കോസ്, ലോഗ്, ഇതെല്ലാം എന്തായിരുന്നു? ഇൻബിൽഡ് ആയിരുന്നു. പിന്നെ സ്ട്രിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ട്രിങ് strlen, strcat, strcopy, strcom, കമ്പയർ, പിന്നെ ക്യാരക്ടറിൽ വരുമ്പോൾ ടു അപ്പർ, ടു ലോവർ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽഫബറ്റ് എന്നൊക്കെ പറയുന്ന കുറേ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഇതെല്ലാം ഇൻബിൽഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ഓക്കെ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനകത്ത് 3 പാർട്ടാണുള്ളത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. 3 പാർട്സ് ആണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന്റെ 3 പാർട്സ് ആണ്. എന്തൊക്കെയാണ്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഡിഫിനിഷൻ, കോൾ. നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് പറഞ്ഞു ഫംഗ്ഷൻ്റെ അകത്ത് എത്ര ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ അകത്തുള്ള പാർട്സ് എന്തൊക്കെയാണ്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. നമുക്ക് ഈ ഒരു പാർട്ട് ഇപ്പോൾ നമ്മളൊന്നും പഠിക്കുന്നില്ല. ഈ ഒരു പാർട്ട് ഞാനിപ്പോൾ പഠിക്കുന്നില്ല, അത് അവിടെ വച്ചേക്ക്. നമുക്ക് ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് പോവാം. ഫംഗ്ഷൻ ഡെഫിനിഷൻ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് 2 പാർട്സ് ആണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കും. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അടുത്തതിനെ നമ്മൾ ഫംഗ്ഷൻ ബോഡി എന്നാണ് വിളിക്കുന്നത്. ഫംഗ്ഷൻ ബോഡി. അപ്പോൾ ഈ 2 കാര്യങ്ങളോ ചേരുമ്പോഴാണ് എനിക്ക് എന്ത് വരുന്നത്? ഡെഫിനിഷൻ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുന്നത്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ് അതിന്റെ സിന്റാക്സ്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ആദ്യം റിട്ടേൺ ടൈപ്പ് എഴുതുക. അപ്പോൾ എന്താണ് എനിക്ക് റിട്ടേൺ ടൈപ്പ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. റിട്ടേൺ ടൈപ്പ് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷന്റെ പേര് എഴുതുക. ഫംഗ്ഷൻ നെയിം എഴുതുക. ദെൻ അടുത്തത് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് എഴുതുക. ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ലിസ്റ്റ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഫംഗ്ഷൻ നെയിമിനെ പറ്റി പഠിക്കും. ഫംഗ്ഷൻ നെയിം.
ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ വേരിയബിൾ നെയിം. ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആസ് ദാറ്റ് ഓഫ് എ വേരിയബിൾ നെയിം. ഇപ്പോൾ വേരിയബിൾ നെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഫംഗ്ഷൻ നെയിമിനും നമുക്ക് ബാധകമാണ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ആദ്യം ഒരു വേരിയബിൾ എപ്പോഴും ഒരു അണ്ടർസ്കോർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊണ്ടോ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ. ഡിജിറ്റ് അണ്ടർസ്കോർ ലെറ്റേഴ്സ് ഇത് മാത്രമേ നമുക്ക് ഫംഗ്ഷൻ നെയിമിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഫംഗ്ഷൻ നെയിമിനകത്തുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ വേരിയബിൾ നെയിമിന്റെ അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഫംഗ്ഷൻ നെയിമിനകത്ത് ഉള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിൽ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനാണെങ്കിൽ ആഡ് ചെയ്യേണ്ട പ്രോഗ്രാമാണ് ഞാൻ എഴുതുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കാം. എൻ്റെ കൂട്ടുകാരന് പക്ഷേ ആഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ താല്പര്യമില്ല, അവന് സം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് താല്പര്യം. ഓക്കെ, പേരെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷെ പേര് കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേക, ഇപ്പൊ നിങ്ങൾ സബ്ട്രാക്ട് ആണ് ചെയ്യുന്നതെങ്കിൽ അതിന് ആഡ് എന്ന് പറഞ്ഞ പേര് കൊടുക്കരുത്. അപ്പൊ ഫങ്ഷനാലിറ്റി എന്താണോ അതനുസരിച്ച് വേണം പേര് കൊടുക്കാൻ. നേരത്തെ ഞാനൊരു പേര് കൊടുത്ത ഒരു മോഡ്യൂളിന് ഞാൻ പേര് കൊടുത്തായിരുന്നു ചെക്ക് പ്രൈം. അപ്പോൾ ചെക്ക് പ്രൈം എന്ന് പറയുമ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് പ്രൈം ആണോ അല്ലയോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എപ്പോഴും ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോൾ ആ ഫങ്ഷനാലിറ്റി എന്താണോ കാണിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാൻ നോക്കുക. നെക്സ്റ്റ് വൺ, റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ പാരാമീറ്റർ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സിനെ പറ്റി പഠിക്കാം. ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ്. സേ എനിക്ക് 2 നമ്പർ അല്ലെങ്കിൽ ഒരു നമ്പർ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും പാസ് ചെയ്യണ്ട. ഇപ്പോൾ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നു, നേരത്തെ ഒരെണ്ണം പഠിച്ചായിരുന്നു ചെക്ക് പ്രൈം. ഗിവൺ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു നമ്പർ പാസ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷനിലേക്ക് വരുന്ന ഇൻപുട്ടിനെയാണ്, ഫംഗ്ഷൻ ഇൻപുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഇൻപുട്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഇൻപുട്സ്. അപ്പൊ ലിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് എനിക്ക് വരാം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. സേ ചെക്ക് പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ നോക്കുകയാണ്. അപ്പൊ ആ ചെക്ക് പ്രൈമിനകത്ത് ഒരു നമ്പർ പ്രൈം ആണോ അല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യും? ഒരു നമ്പറെ പാസ് ചെയ്യുള്ളൂ, 1 നമ്പർ ആണ് പാസ് ചെയ്യുന്നത്. ദെൻ ആഡ് 2 നമ്പേഴ്സ് എന്നാണ് എന്റെ ഫംഗ്ഷനാലിറ്റി എങ്കിൽ ഞാൻ എത്ര നമ്പർ പാസ് ചെയ്യണം? 2 നമ്പേഴ്സ് പാസ് ചെയ്യണം, 2 നമ്പേഴ്സ് പാസ് ചെയ്യണം. ഓക്കെ, ഫൈൻഡ് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എത്ര എണ്ണം പാസ് ചെയ്യണം? എനിക്ക് 5 നമ്പേഴ്സ് പാസ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ സം ഓഫ് 5 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര പാരാമീറ്റേഴ്സ് പാസ് ചെയ്യണം? 5 പാരാമീറ്റേഴ്സ് ഞാൻ പാസ് ചെയ്യണം. അപ്പോൾ അത് ഡിപ്പെൻഡ് ഓൺ നമ്മുടെ ഫംഗ്ഷനാലിറ്റി എന്താണോ അതനുസരിച്ച് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ആർഗ്യുമെന്റ് നമ്മളൊരു ഫംഗ്ഷനകത്ത് എഴുതേണ്ടത്? ആദ്യം അതിന്റെ ഡേറ്റ ടൈപ്പ് എഴുതുക, പിന്നെ അതിന്റെ പേര് എഴുതുക. ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ കോമ ഇടുക, വേരിയബിൾ നെയിം ആണ്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്ത് എഴുതുക? കോമ ഇട്ടതിന് ശേഷം അടുത്ത വേരിയബിൾ നെയിം എഴുതുക. അപ്പോൾ വേരിയബിൾ നെയിം 1, വേരിയബിൾ നെയിം 2. ഓക്കെ, ഇതാണ് ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സിനകത്ത് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് എന്താണെന്നുള്ളതാണ് അടുത്തത് പഠിക്കേണ്ടത്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒന്നും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം. ഇപ്പൊ എന്താണ് ഈ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നതിനെ പറ്റി കുറച്ചും കൂടെ നമുക്ക് പഠിക്കാം. എനിക്ക് 2 നമ്പർ 2 നമ്പർ ആഡ് ചെയ്യുക പ്ലസ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഇതാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ഫംഗ്ഷനാലിറ്റി. 2 നമ്പർ ആഡ് ചെയ്യുക, 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക? അത് ഡിസ്പ്ലേ ചെയ്യുക. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇവിടെ റിട്ടേൺ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും? അപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇവിടെയും വരുന്നില്ല. അപ്പോൾ പോട്ടെ, ഇപ്പോൾ ഞാൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, റിട്ടേണിന്റെ കാര്യമേ ഞാൻ ഇവിടെ പറയുന്നില്ല. സോ എങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിഡ് ആയിരിക്കും. ഓയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് നത്തിങ് എന്നാണ് മീനിങ്. ഒരു ടൈപ്പ് ഇല്ലാത്ത ഡേറ്റ ടൈപ്പിനെയാണ്
എന്താണ് നോ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് വോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ അടുത്ത എൻ്റെ ഒരു ഫങ്ഷനാലിറ്റി, ഇതൊരു ഫങ്ഷനാലിറ്റി 1 എന്ന് പറയാം. ഇനി ഫങ്ഷനാലിറ്റി 2 എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുക, then return the result. അപ്പൊ ഞാൻ ഇവിടെ എന്ത് പറയുന്നുണ്ട്, ആഡ് ചെയ്തതിനു ശേഷം റിസൾട്ട് എന്താണോ അത് റിട്ടേൺ ചെയ്യുക എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ്, റിസൾട്ടിനെയാണ്. അപ്പോൾ എന്തായിരിക്കും റിട്ടേൺ ടൈപ്പ്? ടൈപ്പ് ഓഫ് റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ ഞാൻ 2 നമ്പർ എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പ് ആയിരിക്കും. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഫ്ലോട്ട് ആയിരിക്കണം. ഇനി 2 നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജർ നമ്പർ ആണ്. അത് 2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇൻറ്റിജർ നമ്പർ ആയിരിക്കും. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റ് ആയിരിക്കും ടൈപ്പ്. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? വോയിഡ് ആകാം, ഫ്ലോട്ട് ആകാം, ഇന്റ് ആകാം, ഡബിൾ ആകാം, ക്യാർ ആകാം, എനിത്തിങ്, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്ന് വച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോട്ടോടൈപ്പ് ഒന്ന് എഴുതി നോക്കാം. ഞാൻ പറയാണ് void add ബ്രാക്കറ്റ്. അപ്പൊ ഈ പ്രോട്ടോടൈപ്പ് എന്താ പറയുന്നത്? ഇതിൽ നിന്നും റിട്ടേൺ ടൈപ്പ് എന്താണ്? റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് void ആണ്. ദാറ്റ് മീൻസ് ഒന്നും ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല. ആൻഡ് വാട്ട് അബൌട്ട് ദി ഫംഗ്ഷൻ നെയിം? ഫംഗ്ഷൻ നെയിം എന്താണ്? ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ആഡ് ആണ് എൻ്റെ ഫംഗ്ഷൻ നെയിം. വാട്ട് അബൌട്ട് ദി ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് വല്ലതും ഉണ്ടോ ഇതിനകത്ത്? പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല. സോ പാരാമീറ്റേഴ്സ് ഒന്നും ഇല്ല. നൗ ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്റ് എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആഡ്, ഞാൻ ഇവിടെ void int a, int b പറയാണ്. ഓക്കെ, int a, int b. ഇതാണ് എൻ്റെ ഫംഗ്ഷൻ എങ്കിൽ റിട്ടേൺ ടൈപ്പ് എന്താണ്? റിട്ടേൺ ടൈപ്പ് ഇപ്പോഴും void ആണ്. ഫംഗ്ഷന്റെ പേര് ഇപ്പോൾ എന്താണ്? ഫംഗ്ഷന്റെ പേര് ഇപ്പോഴും ആഡ് തന്നെയാണ്. ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ആർഗ്യുമെന്റ്സ്? എനിക്ക് ആർഗ്യുമെന്റ്സ് 2 എണ്ണം ഉണ്ട്. എന്തൊക്കെയാണ്? ഇന്റ് എയും ഇന്റ് ബി ആണ് എൻ്റെ ആർഗ്യുമെന്റ്സ്. അപ്പോൾ അതിനകത്ത് പാരാമീറ്റേഴ്സ് എഴുതുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ. ആദ്യം ആ എ എന്ന് പറയുന്ന പാരാമീറ്ററിന്റെ ടൈപ്പ് പറയുക, ദെൻ ബി എന്ന് പറയുന്ന ടൈപ്പ് എന്താണെന്ന് പറയുക. ഓക്കെ, ആദ്യം ടൈപ്പ് പറയുക, ദെൻ വേരിയബിൾ നെയിം, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എന്ത് മനസ്സിലായി? void add int a, b എന്ന് പറയുന്ന int b എന്ന് പറയുന്ന void എന്ന് പറയുന്ന റിട്ടേൺ ടൈപ്പ്, add എന്ന് പറയുന്ന ഫംഗ്ഷൻ നെയിം, ആൻഡ് int a, int b എന്ന് പറയുന്നതാണ് ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു മനസ്സിലായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്? നമ്മൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എഴുതുന്നത്. അപ്പോൾ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നതിന്റെ സിന്റാക്സ് എന്താണ്? ആദ്യം റിട്ടേൺ ടൈപ്പ് പറയുക, ദെൻ ഫംഗ്ഷന്റെ പേര് പറയുക, ഫംഗ്ഷൻ നെയിം പറയുക, ദെൻ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് പറയുക. നെക്സ്റ്റ് വൺ ഫംഗ്ഷൻ ബോഡിയാണ്. ഫംഗ്ഷൻ ബോഡി നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പറയും. സ്റ്റേറ്റ്മെന്റ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് പറയും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് പറയും. വേണമെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വല്ല ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ ഡിക്ലറേഷൻ, അതായത് ഇപ്പോൾ ഒരു വേരിയബിൾ എനിക്ക് ഡിക്ലെയർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം അത് പറയും. ദെൻ സ്റ്റേറ്റ്മെന്റ്സ് പറയും. ഏറ്റവും ലാസ്റ്റ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പറയും. ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എനിക്ക് 2 നമ്പർ ആഡ് ചെയ്യണം, എയും ബിയും ആഡ് ചെയ്യണം. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യുന്നു? ഇന്റ് സം എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യും.
ദെൻ സം എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും ആണ് നമ്പർ എങ്കിൽ ഞാൻ എന്ത് എഴുതും? എ പ്ലസ് ബി എന്ന് പറഞ്ഞ് ഞാൻ എഴുതും. ദെൻ ഞാൻ പറയുകയാണ് റിട്ടേൺ സം എന്ന് പറയുകയാണ്. അപ്പൊ ഇതാണ് എൻ്റെ ഡിക്ലറേഷൻ. ഇതിനെ എന്തെന്ന് വിളിക്കും? ഡിക്ലറേഷൻ എന്ന് വിളിക്കും. ഇതിനെ എന്തെന്ന് വിളിക്കും? ഇതിനെ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. ലാസ്റ്റ് റിട്ടേൺ ഉള്ള സ്റ്റേറ്റ്മെന്റിനെ ഞാൻ എന്തെന്ന് വിളിക്കും? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്നാണ് വിളിക്കുന്നത്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് എന്തെന്ന് പറഞ്ഞത്? ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ആദ്യം ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് പറയുക, ദെൻ ബ്രാക്കറ്റിനകത്ത് എന്ത് പറയുക? ഫംഗ്ഷൻ ബോഡി പറയുക. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ എഴുതി നോക്കാം. എങ്ങനെയാണ്? ഇതാണ് എൻ്റെ എന്തെന്ന് വിളിക്കുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ സിൻടാക്സ് ആണ്. ആദ്യം ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് പറയുക, ബ്രാക്കറ്റിനകത്ത് ഫംഗ്ഷൻ ബോഡി പറയുക. ആൻഡ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്താണ്? റിട്ടേൺ ടൈപ്പ് പറയുക, ഫംഗ്ഷൻ നെയിം പറയുക, ലിസ്റ്റ് ഓഫ് ആർഗ്യുമെന്റ്സ് പറയുക. ആൻഡ് ഫംഗ്ഷൻ ബോഡിക്കകത്ത് എന്തൊക്കെ വരും? ഫംഗ്ഷൻ ബോഡിക്കകത്ത് ഡിക്ലറേഷൻ വരും, സ്റ്റേറ്റ്മെന്റ്സ് വരും. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് വരാം എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സോ വരാം. ലാസ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ ഓയിഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? റിട്ടേൺ ടൈപ്പ് ഓയിഡ് ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോട്ട് മാൻഡേറ്ററി. എപ്പോഴും നമ്മൾ എഴുതണമെന്നില്ല, നോട്ട് മാൻഡേറ്ററി. ഓക്കെ, ഡിക്ലറേഷൻ എന്ന് പറയുന്നതും നോട്ട് മാൻഡേറ്ററി ആണ്. ഓക്കെ, അപ്പോൾ അതും ഇപ്പൊ ഒന്നും ഡിക്ലെയർ ചെയ്യാനില്ലെങ്കിൽ അതൊന്നും ഡിക്ലെയർ ചെയ്യണ്ട. അല്ലാതെ എന്തെങ്കിലും വേണ്ടി ഡിക്ലെയർ ചെയ്യണമെന്നില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഡിക്ലെയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം ഒരു നമ്പർ റീഡ് ചെയ്ത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എഴുതാം. n ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റർ ദി നമ്പർ scanf %d ampersand n. എനിക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇഫ് n mod 2 ഈക്വൽ ടു 0 എന്നാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പ്രിന്റ് ചെയ്യണം? printf even. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? else print odd. ഓക്കെ, ഇത് ഞാനൊന്ന് റൺ ചെയ്ത് കാണിക്കാം. stdio.h gcc function.c. എറർ ഒന്നുമില്ല. ഞാൻ റൺ ചെയ്യാണ്. അപ്പോൾ n എന്ന് പറയുന്നത് ഞാനൊരു 15 എന്ന് പറയാണ്. n എന്ന് പറയുന്നത് 15 എന്ന് പറയാണ്. എന്ന് പറഞ്ഞു. അപ്പോൾ 15 എന്ന് പറയുന്ന ഓഡാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രോഗ്രാം കറക്റ്റ് ആണ്. ഞാൻ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് കട്ട് ചെയ്യും. അതായത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. എൻ്റെ ഫംഗ്ഷൻ എന്താണ്? എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ആണോ ഓഡ് ആണോ, n എന്ന് പറയുന്ന നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യണം. ഇതാണ് എൻ്റെ ഫങ്ഷനാലിറ്റി. ഞാൻ ഇതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. ഞാൻ ചെക്ക് ഈവൻ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു നമ്പർ പാസ് ചെയ്യണം. ഇൻറ്റ് n എന്നാണ് നമ്പറിന്റെ പേര്. ഇവിടെ ഞാൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. സോ ഞാനാണെങ്കിൽ ടൈപ്പ് എന്ന് പറയുന്ന ഓയിഡ് എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഓയിഡ് ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് എന്താണ്? ചെക്ക് ഈവൻ. ദെൻ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഞാൻ ഡിക്ലെയർ വല്ലതും ചെയ്തോ? ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ
പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് വിളിക്കുന്നത്. പ്രോട്ടോടൈപ്പ് ഇത്രയും പോർഷനെയാണ് ഇവിടെ തൊട്ട് ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ ബോഡി എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ബോഡിയും ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും ഈ രണ്ടും കൂടെ ചേരുന്നതാണ് എന്നു വിളിക്കുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതൊന്ന് അപ്പോൾ n എന്ന് പറയുന്ന നമ്പർ റീഡ് ചെയ്തു. ഞാൻ n റീഡ് ചെയ്താൽ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നതാണ് ഫംഗ്ഷന്റെ പേര് എന്താണ്? ഈവൻ. പാസ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എന്താണ്? ഒരു ഇൻറ്റീജർ വാല്യൂ പാസ് ചെയ്യണം. സോ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ എക്സ് എന്ന് പറഞ്ഞ് എഴുതി. എക്സ്. സോ ഞാനിവിടെ എക്സ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ്, ഈ ഒരു പർട്ടിക്കുലർ ലൈനിനെയാണ് ഞാൻ എന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ കോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് ആകെ രണ്ട് പോർഷൻ ആണുള്ളത്. ഒന്ന് ഫംഗ്ഷന്റെ നെയിം എഴുതുക, ഫംഗ്ഷൻ നെയിം പറയുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് പറയുക. ഇത്രയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫംഗ്ഷൻ കോളിനകത്ത്. ഇപ്പം ചെക്ക് ഈവൻ എക്സ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ എന്നിന്റെ വാല്യൂ എന്തായി മാറും? ഇവിടെ ഞാൻ എന്താണോ എക്സിന്റെ വാല്യൂ അതായിരിക്കും എന്നിന്റെ വാല്യൂ. n mod 2 = 0 ആണെങ്കിൽ ഈവൻ എന്ന് പ്രിന്റ് ചെയ്യും, അല്ലെങ്കിൽ ഓഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നേരത്തെ അതേപോലെയാണോ കിട്ടുന്നതെന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ കോൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് മാറ്റുകയാണ്. ഓക്കെ, ഞാനൊന്നും കൂടെ റൺ ചെയ്യുന്നു. ഞാനൊരു 15 നമ്പർ കൊടുക്കുന്നു. 15 ഇപ്പോഴും ഓടായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കും, സാർ അത് നേരത്തെ ഉള്ള സെയിം കാര്യമല്ലേ ഇപ്പോഴും വന്നത്? അപ്പം നേരത്തെ അല്ലായിരുന്നോ സിമ്പിൾ? ഇപ്പോഴല്ലായിരുന്ന കൂടുതൽ കോഡൊക്കെ വന്നത്? അതായത് ഇപ്പോൾ 21 കോഡ് വന്നു. അപ്പോൾ അതിനെക്കാട്ടി കുറച്ച് കോഡല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കൊന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ നേരത്തെ കേസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു കാര്യം ഞാനൊന്ന് കോപ്പി ചെയ്ത് വേറൊരു ഫയലിലേക്ക് വയ്ക്കാം. ഓക്കെ, നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോഴത്തേക്ക് ഞാൻ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ? ഈ ഒരു ഇത്രയും കോഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. സേ ഐ വോണ്ട് ടു ചെക്ക് വെദർ ത്രീ നമ്പേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എന്താണോ എന്ന് ചെക്ക് ചെയ്യണം, ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എഴുതുകയാണ്. അപ്പോൾ എക്സ് മോഡ് 2 = 0. അപ്പോൾ ഒരു നമ്പറായി. ചെക്ക് ഈവൻ ഒന്നും വേണ്ട. ഇനി ഞാൻ എന്ത് ചെയ്യണം? അടുത്ത നമ്പർ വാങ്ങിക്കണം. അടുത്ത നമ്പർ സേ y ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത നമ്പർ ഞാൻ മേടിച്ചു, y. ദെൻ y ഈവൻ ആണോ ഓഡ് ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യണം. ദെൻ എനിക്ക് z എന്ന് പറയുന്ന നമ്പർ വാങ്ങിക്കണം. സോ z എന്ന് പറയുന്ന നമ്പർ മേടിച്ചു. z ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഞാൻ എന്ത് ചെയ്യണം? 3 വേരിയബിൾ എനിക്ക് ഡിക്ലെയർ ചെയ്യണം. സോ x, y, z ഞാൻ ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ടോട്ടൽ കോഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ടോട്ടൽ കോഡ് എന്ന് പറയുന്നത് ഇവിടെ 36 വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു 10 നമ്പേഴ്സ് വേണമെങ്കിൽ ഞാൻ ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഞാനൊന്ന് റൺ ചെയ്യാണ്. ഈ ഒരു പർട്ടിക്കുലർ കോഡ് ഞാൻ റൺ ചെയ്യാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ 10 എന്ന് പറഞ്ഞു കൊടുത്തു. അത് 10 അതെന്ന് പറയുന്നത് ഈവൻ ആണ്. അടുത്ത നമ്പർ കൊടുത്തു 15, അത് ഓഡാണ്. അടുത്ത നമ്പർ കൊടുത്തു, അതെന്ന് പറയുന്നത് വീണ്ടും ഓഡാണ്. ഓക്കെ, അപ്പോൾ ഈവൻ ഓഡ് എന്ന് പറഞ്ഞു വന്നു. ഞാൻ സ്ലാഷ് കൊടുക്കാത്തതുകൊണ്ടാണ് അത് വീണ്ടും അതേ സെയിം ലൈനിൽ തന്നെ വന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കിയാൽ മതി. നൗ വാട്ട് ഐ എം ഡൂയിങ് ഈസ്, ഈ നേരത്തെ നമ്മൾ എഴുതിയ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻ കൊണ്ടുവരാണ്. ആ ഫംഗ്ഷൻ തിരിച്ച് എൻ്റെ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? 3 നമ്പർ മാത്രം മേടിക്കുന്നു. ദെൻ ഓരോ നമ്പർ മേടിച്ചിട്ടും ഞാൻ എന്ത് കോൾ ചെയ്യാണ്? ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ചെക്ക് ഈവൻ എക്സ്, ചെക്ക് ഈവൻ വൈ, ചെക്ക് ഈവൻ
z. ചെക്ക് ഈവൻ z. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇപ്പോൾ ടോട്ടൽ കോഡ് എന്ന് പറയുന്നത് എത്രയായി? 27 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ 10 ആണെങ്കിൽ വീണ്ടും റെഡ്യൂസ് ചെയ്യും. 10 നമ്പേഴ്സ് ചെക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റെഡ്യൂസ് ചെയ്യും. കാരണം ഞാൻ നേരത്തെ ഈ എന്താണ് ഇത്രയും കോഡ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി എനിക്ക് കിട്ടും. ഞാൻ ആ സ്ലാഷ് എന്നും കൂടെ ഇടുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, GCC ഫംഗ്ഷൻ ഞാനിവിടെ നേരത്തെ അതേ സ്റ്റേറ്റ്മെന്റ് 10, ഓക്കെ, 15, 21 സെയിം ആൻസർ തന്നെയാണ് എനിക്ക് കിട്ടിയത്. വിച്ച് വൺ ഈസ് ലൈൻ കുറവുള്ള ഏതിനകത്താണ്? ലൈൻ നമ്പേഴ്സ് കുറവുള്ളത് ഇതിനകത്താണ്. അപ്പോൾ റീഡബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ഏതിനകത്താണ്? ഇവിടെയാണ്. അപ്പോൾ ഇവിടെ റീയൂസബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ വീണ്ടും സെയിം കാര്യം തന്നെ വീണ്ടും എഴുതാതെ ഒറ്റ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എഴുതിയത് അത് വീണ്ടും റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷന് 3 പാർട്ടാണുള്ളത്. ഏതൊക്കെയാണ്? ഫംഗ്ഷൻ കോൾ എന്താണെന്നുള്ള കാര്യം പഠിച്ചു, ഫംഗ്ഷൻ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു, ഫംഗ്ഷൻ ഡിക്ലറേഷനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇപ്പം ഇങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡിക്ലറേഷൻ എവിടെയാണ് നമുക്ക് വേണ്ടത്? ഞാനിപ്പോൾ ഈ ഫംഗ്ഷന് ചെക്ക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ സിക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇവിടെ ചെക്ക് ഇപ്പം നമ്മൾ ടോപ്പ് ഡൗൺ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് താഴോട്ടാണ് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെക്ക് ഈവൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇതുവരെയെങ്കിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. ഇവിടെ വരെയെങ്കിലും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോക്കും. ഇവിടെ വരുമ്പോൾ താഴോട്ട് പോയിട്ടില്ല, താഴേക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ വെച്ച് പറയുമ്പോൾ എന്തെന്ന് പറഞ്ഞു വരും? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡിക്ലറേഷൻ ചെക്ക് ഈവൻ എന്ന് പറയുന്നത് ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫംഗ്ഷൻ ഡിക്ലറേഷൻ. നമ്മൾ ഇൻറ്റ് എക്സ്, ഇൻറ്റ് വൈ, ഇൻറ്റ് സെഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ്, ദാറ്റ് ഈസ് ഇവിടെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, അതിന് മുമ്പ് ഞാൻ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഫംഗ്ഷനും എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പേ അത് ഡിക്ലെയർ ചെയ്യണം. അതിന്റെ ഡെഫിനിഷൻ അവിടെ തന്നെ എഴുതണമെന്നില്ല, പക്ഷെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ അവിടെ എഴുതേണ്ടി വരും. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ? ഫംഗ്ഷൻ ഡിക്ലറേഷൻ മാൻഡേറ്ററി ആയിരുന്നു നേരത്തെ കേസിൽ. നമ്മൾ നേരത്തെ ആ ഒരു പ്രോഗ്രാം എഴുതിയപ്പോൾ നമ്മൾ എഴുതിയായിരുന്നു? ഇല്ല. പക്ഷെ ഇവിടെ വച്ച് നമ്മൾക്ക് എഴുതേണ്ടി വന്നു. അതായത് നമ്മൾ കോൾ ചെയ്യുന്നതിന് ശേഷമാണ് അതിന്റെ ഡെഫിനിഷൻ എഴുതുന്നതെങ്കിൽ ഇവിടെ വച്ച് കോൾ ചെയ്തു, പക്ഷെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ കാര്യം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യണം. എന്താണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്? പ്രോട്ടോടൈപ്പ് തന്നെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ആദ്യം എന്താണ്? റിട്ടേൺ ടൈപ്പ് പറയാം, ദെൻ ഫംഗ്ഷന്റെ പേര് പറയുക, ദെൻ പാരാമീറ്റേഴ്സ് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇൻറ്റ് n എന്നൊന്നും പറയണ്ട. എത്ര ഇൻറ്റീജർ നമ്പർ ഉണ്ട്? ഇപ്പോൾ 2 ഇൻറ്റീജർ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, അല്ലാതെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിനകത്ത് ഒരു ഇൻറ്റീജർ അല്ലേ ഉള്ളൂ. ഇപ്പൊ ഇൻറ്റ് n എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല. പക്ഷെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇൻറ്റ് n, അതിനുശേഷം ഒരു സെമി കോളൻ ഇടുക. അത്രേ ഉള്ളൂ. ഇതാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. പ്രോട്ടോടൈപ്പിന്റെ കൂടെ ഒരു സെമി കോളനും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി മാറും? ഡിക്ലറേഷൻ ആയി മാറും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഡിക്ലെയർ ചെയ്തതിന് ശേഷം റൺ ചെയ്ത് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായ എററൊന്നുമില്ല. ദെൻ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഔട്ട്പുട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. 10, 15, 21 സെയിം ആൻസർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഫംഗ്ഷന്റെ 3 ടൈപ്സ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇതാണ് ഫംഗ്ഷന്റെ 3 പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫംഗ്ഷന്റെ 3 പാർട്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ്, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എന്തൊക്കെയുണ്ട്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പും ഉണ്ട്, ദെൻ ഫംഗ്ഷൻ ബോഡിയും ഉണ്ട്. ഫംഗ്ഷൻ കോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഫംഗ്ഷന്റെ പേര് പറയുക, ദെൻ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് പറയുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ അത് പഠിക്കാം. ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ പറ്റി പഠിക്കാം.
അപ്പോൾ ഇതെല്ലാം മാറ്റുകയാണ് ഞാൻ. എല്ലാം കളഞ്ഞിട്ട് പുതിയൊരു ഫംഗ്ഷൻ എഴുതുകയാണ്. സോ ഹാഷ് ഇൻക്ലൂഡ് stdio.h it main ഞാനാണെങ്കിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്ന പ്രോഗ്രാം എഴുതുന്നു. ഇൻറ്റ് എക്സ് വൈ അല്ലെങ്കിൽ സേ ഐ വോണ്ട് ടു ആഡ് ടു നമ്പേഴ്സ് ചെയ്യുന്നു. ഞാൻ it ആഡ് ബ്രാക്കറ്റിനകത്തൊന്നും വാങ്ങിച്ചില്ല. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? പാരാമീറ്റേഴ്സ് ഉണ്ടോ? നോ പാരാമീറ്റേഴ്സ് ഇല്ല. ദെൻ അല്ലെങ്കിൽ നോ ആർഗ്യുമെന്റ്സ്. ദെൻ എനിക്ക് റിട്ടേൺ ടൈപ്പ് ഉണ്ടോ? ഇല്ല, വോയിഡ് ആണ്. സോ ദർ ഈസ് നോ റിട്ടേൺ ടൈപ്പ്. അപ്പോൾ ഈ ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി എനിക്ക് രണ്ട് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? രണ്ട് നമ്പർ റീഡ് ചെയ്യണം. സേ എയും ബിയും ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് ഞാൻ റീഡ് ചെയ്യുന്നു. എൻ്റർ ദി നമ്പേഴ്സ്. ഏതൊക്കെയാണ്? എയും ബിയും ആണ്. scanf %d ampersand a, ampersand b. ഓക്കെ, ദെൻ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് വാങ്ങിക്കണം. സോ സം ഈക്വൽ ടു എന്താണ്? a plus b. ദെൻ എനിക്ക് റിസൾട്ട് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കണം. സം ഈക്വൽ ടു %d സം. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? നോ ആർഗ്യുമെന്റ്സ്, നോ റിട്ടേൺ ടൈപ്പ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫോമാറ്റ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് പാരാമീറ്റേഴ്സും ഇല്ല, അതിനകത്ത് റിട്ടേൺ ടൈപ്പും ഇല്ല. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? രണ്ട് നമ്പർ മേടിക്കുക, രണ്ട് നമ്പറിന്റെ സം കണ്ടുപിടിക്കുക, അത് ഡിസ്പ്ലേ ചെയ്യുക. ഏതിനകത്ത് വെച്ച് തന്നെ? ഫംഗ്ഷൻ്റെ അകത്ത് വെച്ച് തന്നെ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കോൾ ചെയ്യുന്ന എങ്ങനെയാണ്? ഫംഗ്ഷൻ നെയിം മാത്രമേ ഉള്ളൂ. പാരാമീറ്റേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. ഇങ്ങനെയാണ് ഒരു നോ ആർഗ്യുമെന്റ്സ്, നോ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. അപ്പോൾ രണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഞാൻ 10 ഉം 20 എന്നും പറയുന്നത്. 10 സ്പേസ് 20. അപ്പോൾ 30 എന്ന് പറഞ്ഞ് എനിക്ക് ഡിസ്പ്ലേ ചെയ്തു. കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ എന്താ ചെയ്യുന്നത്? രണ്ട് പാരാമീറ്റേഴ്സ് ഞാൻ പാസ് ചെയ്യുന്നു. രണ്ട് പാരാമീറ്റേഴ്സ് ഇൻറ്റ് എയുടെയും ബിയുടെയും വാല്യൂ ഞാൻ പാസ് ചെയ്യും. ദെൻ ഈ ഒരു ടൈപ്പിനെ എന്തെന്ന് വിളിക്കും? നോ റിട്ടേൺ ടൈപ്പ്. റിട്ടേൺ ടൈപ്പ് ഇവിടെ ഉണ്ടോ? ഇല്ല. ദെൻ പാരാമീറ്റേഴ്സ് ഉണ്ടോ? യെസ് ഉണ്ട്. ഹാവ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഹാവ് ആർഗ്യുമെന്റ്സ്. ഇവിടെ ഞാൻ എങ്ങനെയാണ് കോഡ് എഴുതേണ്ടത്? എനിക്ക് രണ്ട് വാല്യൂ ഉണ്ട്, അതിന്റെ സം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇൻറ്റ് സം ഈക്വൽ ടു എന്താണ്? a plus b. ദെൻ പ്രിന്റ് സം ഈക്വൽ ടു %d സം. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷനെ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? ഞാനാണെങ്കിൽ ആഡ് വിളിക്കുമ്പോൾ രണ്ട് വാല്യൂം കൂടെ പാസ് ചെയ്യാം. ദാറ്റ് ഈസ് 10, 20 കൂടെ പാസ് ചെയ്യാം. 10, 20 പാസ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. ബിയുടെ വാല്യൂ എന്തായിട്ട് മാറും? 20 ആയിട്ട് മാറും. സം എന്ന് പറയുന്നത് എന്ത്? എയുടെ വാല്യൂ 10 + 20 30 ആയിട്ട് കിട്ടും. സം എന്ന് പറയുന്നത് 30 ആയിട്ട് കിട്ടും. സോ ഈ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? നോട്ട് റിട്ടേൺ ടൈപ്പ്, ഹാവ് ആർഗ്യുമെന്റ്സ്. അപ്പോൾ എങ്ങനെയാണ് അത് കോൾ ചെയ്യുന്നത്? ഫംഗ്ഷൻ നെയിം പറയുക, ദെൻ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അത്രയും പാരാമീറ്റേഴ്സ് വാല്യൂ ഞാൻ പാസ് ചെയ്യാം. ഓക്കെ, ഇതാണ് സം ഈക്വൽ ടു 30. നൗ അടുത്ത ടൈപ്പാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഹാവ് റിട്ടേൺ ടൈപ്പ് ബട്ട് നോ പാരാമീറ്റേഴ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഒരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് സം വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യണം, പക്ഷെ പാരാമീറ്റേഴ്സ് ആയിട്ട് ഞാൻ ഒന്നും വാങ്ങിക്കുന്നില്ല. അപ്പം ഞാനിവിടെ കോഡ് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നമ്പർ ഞാൻ യൂസറിൻ്റെ നിന്ന് മേടിച്ചു. രണ്ട് നമ്പർ യൂസറിൻ്റെ നിന്ന് മേടിച്ചിട്ട് അത് ഞാൻ എന്ത് ചെയ്തു? സം ചെയ്തു. എന്നിട്ട് സം വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നു. റിട്ടേൺ സം. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ്? അപ്പോൾ ഇതാണ് ഈ ഒരു പർട്ടിക്കുലർ ഫോമാറ്റിനെയാണ് ഞാൻ എന്ന് വിളിക്കുന്നത് റിട്ടേൺ ഹാവ് റിട്ടേൺ ടൈപ്പ്
അല്ലെങ്കിൽ ഹാസ് റിട്ടേൺ ടൈപ്പ് ബട്ട് നോ ആർഗ്യുമെന്റ്സ്. ഓക്കെ, ഇത് അടുത്ത ടൈപ്പാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിനെ എങ്ങനെ കോൾ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഫംഗ്ഷൻ കോൾ ചെയ്യുക. പാരാമീറ്റേഴ്സ് വല്ലതും പാസ് ചെയ്യണോ? ഇല്ല. പക്ഷേ ഈ വാല്യൂ തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ഒരു വാല്യൂ തരുന്നുണ്ട്, സം വാല്യൂ തരുന്നുണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് വാങ്ങിക്കുക. സേ ഞാൻ അതിന് റിസൾട്ട് എന്ന് പറയുന്നു. ഈ റിസൾട്ടിലേക്ക് ഞാൻ എന്ത് വാങ്ങിക്കുന്നു? ആഡ് ചെയ്ത വാല്യൂ വാങ്ങിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? എന്നിട്ട് പ്രിന്റ് സം ഈക്വൽ ടു %d. റിസൾട്ട് എവിടെ കാണും? RESനകത്ത് കാണും. അപ്പോൾ ഇതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം ആഡ് വിളിക്കുന്നു. അപ്പോൾ ആഡ് പോയിട്ട് എന്താ ചെയ്യുന്നത്? രണ്ട് നമ്പേഴ്സ് മേടിക്കുന്നു, എയും ബിയും മേടിക്കുന്നു. എയും ബിയുടെ വാല്യൂ സം ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? റിട്ടേൺ സം ചെയ്യുന്നു. റിട്ടേൺ സം ചെയ്യുമ്പോൾ ആ വാല്യൂ എങ്ങോട്ടേക്ക് വരുന്നു? RES എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? സം ചെയ്ത് കാണിക്കുന്നു. ഇതാണ് ഈ പ്രോഗ്രാം. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ രണ്ട് നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. സോ ഞാൻ 20യും 60 എന്ന് പറഞ്ഞ് ഞാൻ എൻ്റർ ചെയ്യുന്നു. സോ 80 ആണ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ് തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത്. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹാസ് റിട്ടേൺ ടൈപ്പ് ബട്ട് നോ ആർഗ്യുമെന്റ്സ്. ആൻഡ് ഫൈനൽ ടൈപ്പ് അപ്പോൾ എന്തായിരിക്കും? ഹാസ് റിട്ടേൺ ടൈപ്പ് ആൻഡ് ഹാവ് ആർഗ്യുമെന്റ്സ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. ഇൻറ്റ് ആഡ് ഇൻറ്റ് എ കോമ ബി. ഇൻറ്റ് ആഡ് ഇൻറ്റ് എ കോമ ബി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഫോമിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? ഹാസ് റിട്ടേൺ ടൈപ്പ് ആൻഡ് നോ ആർഗ്യുമെന്റ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? സം എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു. സം ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി. ഞാൻ പാസ് ചെയ്യുന്ന രണ്ട് വാല്യൂസ് ഉണ്ട്. ആ രണ്ട് വാല്യൂസിന്റെ സം കണ്ടുപിടിക്കുക. ദെൻ റിട്ടേൺ എന്ത് ചെയ്യുക? സം ചെയ്യുക. അപ്പോൾ ഈ റിട്ടേൺ ചെയ്യുന്ന എന്താണ്? സം ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതിന്റെ ടൈപ്പ് എന്താണ്? ഇന്റ് ആണ്. സോ അതാണ് ഞാൻ ഇവിടെ ഇന്റ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഏത് ടൈപ്പ് ആണോ അതാണ് റിട്ടേൺ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നൗ അത് റിട്ടേൺ ചെയ്യുന്നു. ദെൻ റിട്ടേൺ ചെയ്ത വാല്യൂ ഞാൻ RESലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ രണ്ട് വാല്യൂസ് പാസ് ചെയ്യണമല്ലേ? സോ 20യും 60യും ഞാൻ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 75ഉം ഞാൻ പാസ് ചെയ്യുന്നു. 20യും 75ഉം. അപ്പോൾ എയുടെ വാല്യൂ എന്തായി? 20 ആയി. ബിയുടെ വാല്യൂ എന്തായി? 75 ആയി. രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ സം ഈക്വൽ ടു 95 എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂ ആണ്. ഓക്കെ, 95 ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. 20 + 75 എന്ന് പറയുന്നത് 95 ആണ്. കറക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഫങ്ഷൻസ്: നോ റിട്ടേൺ ടൈപ്പ്, നോ ആർഗ്യുമെന്റ്സ്, നോ റിട്ടേൺ ടൈപ്പ്, ഹാവ് ആർഗ്യുമെന്റ്സ്, റിട്ടേൺ ടൈപ്പ്, നോ ആർഗ്യുമെന്റ്സ്, റിട്ടേൺ ടൈപ്പ്, ഹാവ് ആർഗ്യുമെന്റ്സ്. ഇനി നമുക്ക് ഒരു ഫംഗ്ഷനിൽ നിന്നും മൾട്ടിപ്പിൾ വാല്യൂസ് എനിക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല. മൾട്ടിപ്പിൾ റിട്ടേൺ ടൈപ്പ്, ഒരു ഇൻറ്റിജറും ഒരു ഫ്ലോട്ടിംഗ് വാല്യൂവും എനിക്ക് റിട്ടേൺ ചെയ്യണം പറ്റത്തില്ല. രണ്ട് ഇൻറ്റിജർ വാല്യൂ എനിക്ക് റിട്ടേൺ ചെയ്യണം പറ്റത്തില്ല. അപ്പോൾ അതൊന്ന് അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ, ഒരു ഇൻറ്റിജർ വാല്യൂ മാത്രമേ, അല്ലെങ്കിൽ ഒരു വാല്യൂ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ഫംഗ്ഷൻ വഴി പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് വൺ നമുക്ക്